ഇത് നോക്ക്, ഫോണിൽ നോക്ക്. ഫോണിൽ നോക്കിയിട്ട് എന്ത് പറയും? ഇങ്ങനെ പറയണം, മുന്തിരിയൊക്കെ തരാച്ച. നോക്ക്, ഫോണിൽ നോക്കിയിട്ട് എന്ത് പറയും? ഹായ് ഗായ്സ്. അത് പറ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇങ്ങനെ പറ പറ. അപ്പൊ പറ, പറഞ്ഞ അച്ഛൻ നിറയെ മുന്തിരി തരും. പറ, വെൽക്കം ടു മൈ ചാനൽ. ഇതെങ്ങനെ കാണിക്കേ? ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കാണിക്കേ. നമ്മളിന്ന് ഒരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്, ഞാനും അബുവും കൂടെ. അല്ലേ അബു? നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നേ? മുന്തിരി വൈൻ. ഓക്കെ, അതിനായിട്ട് നമുക്ക് വേണ്ടത് അബുവിന് ആദ്യം കുറച്ച് മുന്തിരി എടുത്ത് കഴുകിത്തരാം. നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ട 2 കിലോ മുന്തിരി. ഓക്കെ, 2 കിലോ മുന്തിരി നമ്മൾ ആദ്യം 4 കിലോ മുന്തിരിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. വെള്ളം എടുക്കുന്ന വെള്ളമുണ്ട്, അടുക്കളയിൽ വെച്ച് കഴുകാണ്. കൊള്ളാമോ? അതോ ഇത് കഴുകേണ്ട പ്രത്യേക രീതിയുണ്ട്. ആദ്യം കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇടുക, അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇത് രണ്ടും ഇങ്ങനെ ഇട്ട് എടുക്കാം എൻ്റെ ക്ലിയറായിട്ട്. രണ്ടും ഇട്ട് നന്നായിട്ട് നമ്മൾ റസ്നെ കലക്കുമ്പോൾ ഇല്ല, നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് കഴുകി വെച്ചിരിക്കുകയാണത്, അതിന് ഈ വെള്ളത്തിലോട്ട് ഇടുക. ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഗ്രേപ്സ് ആണ്, കാശ്മീരിയൻ ഗ്രേപ്സ് ആണ്. ഇപ്പൊ എനിക്ക് നമുക്കൊരു 4 കിലോ കിട്ടിയതാണ്. അതാര് പറഞ്ഞു? കടയിൽ നിന്ന് വാങ്ങിച്ച പറഞ്ഞ ഒന്നുമല്ല ഗൈസ്, പാപ്പനം കൊടുന്നു 4 കിലോ വാങ്ങിച്ചതാണ്. സാധാ ഗ്രേപ്സ്. ഞങ്ങൾ ഇതുവരെ വൈൻ ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇത് ചീറ്റുമോ ഇല്ലെന്ന് നോക്കാം. ഈ ചീറ്റൂല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് നേരത്തെ പ്രിപ്പയർ ചെയ്യണം. ഇതിനെങ്ങനെ ഗ്രാപ്സിനെങ്ങനെ ഗ്രാപ്സിൻ്റെ വേസ്റ്റുകളൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. വേസ്റ്റ് എല്ലാം നമ്മൾ ഇങ്ങോട്ട് ഒതുക്കി ഇട്ടിട്ട് ഇതിനെ മാത്രമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേപ്പ് മാത്രം കുറച്ചും കൂടെ ഉണ്ട്. ഇത്രയും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഭരണിയിലോട്ട് മാറ്റാം. ഓക്കെ, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഉണക്കിയെടുക്കണം. അതിനെ നേരെ നല്ല വൃത്തിയുള്ള ഒരു ഭരണിയിലേക്ക് നിറയ്ക്കുക. ഇതിലേക്ക് പഞ്ചസാര തട്ടുവാണേ. എന്നിട്ട് നന്നായിട്ടൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് മിക്സിങ് എന്നതുപോലെ മിക്സ് ചെയ്യുക. കൈവച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. സത്യം പറഞ്ഞാൽ കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ഗ്രാമ്പു, അതിലേക്ക് വീണ്ടും മുന്തിരി നിറച്ചതിന് ശേഷം പഞ്ചസാര മിക്സ് ചെയ്യുക.
ഓക്കെ, വീണ്ടും നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. ആ ഭരണിയുടെ മുകൾ ഭാഗം എത്തുന്ന വരെ സെയിം പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ആദ്യം ഒരു മിക്സർ വെച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്തു മിക്സ് ചെയ്യാനായിട്ട്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഞാനൊരു തടി എടുത്തു മിക്സ് ചെയ്യാനായിട്ട്. തികയൂല ഗൈസ്, തികയാത്തോണ്ട് നമ്മൾ വേറൊരു വേറൊരു മൺചട്ടിയിലും കൂടെ ഇങ്ങോട്ടും കൂടെ ആക്കിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കണം. അപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോൾ സ്ഥലം ഇല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഇതിൻ്റെ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഗോതമ്പ് ഇതിൻ്റെ പിഴി ഇട്ടിട്ട് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കണം. ഒരു റേഷ്യോ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, എനിക്ക് വെള്ളം അത്രയ്ക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഈസ്റ്റ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഈസ്റ്റ് വേണം. ഈസ്റ്റ് അത്യാവശ്യം ആ പറഞ്ഞത് മാത്രമല്ല ഈസ്റ്റിൻ്റെ ഉപയോഗം. ഈസ്റ്റാണ് നമ്മുടെ ഗ്രേപ്പിൻ്റെ ഷുഗറിൽ നിന്നും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറിൽ നിന്നൊക്കെ ഈ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ക്രിസ്മസിലേക്കുള്ള വൈൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇതിനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം. ഇനി നമ്മൾ വൈൻ പൊട്ടിക്കുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അടുത്ത വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. എന്താണെന്നല്ലേ? കാത്തിരിപ്പ്. ഇനി ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് ഈ വൈൻ പൊട്ടിക്കുമ്പോഴുള്ള വിശേഷങ്ങളുമായി വരാം. ഓ ബൈ ബൈ, ടാറ്റ, സി യു.